1000 പൂക്കളുള്ള റീത്തുമായി ആർത്തു കരഞ്ഞു നീ എത്തും ഞാൻ മരിക്കുമ്പോൾ, അതിലൊരു പൂ മതിയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വസന്തമാവാൻ എന്ന് പറയുന്ന സമയത്ത് അതിൽ എക്സ്പ്രഷൻ ഓഫ് ലവ് ഉണ്ടല്ലോ. ഇപ്പൊ മാധവിക്കുട്ടി ഒരിക്കലും എഴുതിയിട്ടുണ്ട്, എനിക്ക് പ്രണയം വേണം, പ്രകടമായി തന്നെ വേണം, ശവക്കല്ലറയിൽ വന്നിട്ട് പൂവിട്ടാ ഞാൻ അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, അതിൽ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള ബുക്കിൽ അതിലെ കാമുകൻ ഒരുപാട് ഫ്ലവേഴ്സ് കൊടുക്കുന്നുണ്ട് അവരുടെ കാമുകിക്ക്. അപ്പൊ നമ്മളിൽ പലരും പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമുണ്ട്, എനിക്ക് സ്നേഹമുണ്ട്, പക്ഷെ പ്രകടിപ്പിക്കാൻ അറിയില്ല. അപ്പൊ പ്രകടിപ്പിക്കാൻ അറിയാത്ത സ്നേഹം പിശുക്കന്റെ പണപ്പെട്ടി പോലെ വ്യർത്ഥമാണെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ എക്സ്പ്രഷൻ ഓഫ് ലവ്, നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് വാക്കുകളിലൂടെ പറയാതെ പറയാ, ഇതൊക്കെ ഇത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നാണ് തോന്നിയിട്ടുള്ളത്. സ്നേഹത്തെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഒരാളെ ശക്തി ദൗർബല്യങ്ങളോടെ മറ്റൊരാൾ വീണ്ടെടുക്കുന്ന പ്രക്രിയയുടെ പേരാണ് യഥാർത്ഥത്തിൽ സ്നേഹം. ശക്തി മാത്രമല്ല, സൗന്ദര്യം മാത്രമല്ല, പോസിറ്റീവ് മാത്രമല്ല, അയാളെ നെഗറ്റീവും കൂടി ചേർത്തുണ്ട്. ഇപ്പോ കള്ളിമുള്ളിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അതിന്റെ മുള്ളോടുകൂടി സ്നേഹിക്കുക, മുള്ളം പന്നിയെ സ്നേഹിക്കുമ്പോൾ അതിന്റെ മുള്ളോടുകൂടി സ്നേഹിക്കുക, റോസാച്ചെടിയെ പൂവിനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ അതിന്റെ മുള്ളോടുകൂടി സ്നേഹിക്കുക. അങ്ങനെ ഒരു മനുഷ്യനെ വീണ്ടെടുക്കുന്ന പ്രക്രിയയുടെ പേരാണ് ശരിക്കും സ്നേഹം എന്ന് പറയുന്നത്.